അക്ഷരങ്ങൾക്കും വാക്കിനും ശക്തിക്ക് വ്യത്യാസമുണ്ട്. കഴുതയെന്നൊക്കെ വിളിച്ചാൽ നമുക്ക് എന്താ തോന്നുക? അപ്പൊ വളരെ പോസിറ്റിവിറ്റി തോന്നുന്ന അക്ഷരങ്ങളുടെ കൂട്ടമാണ് മന്ത്രം. ഈ മന്ത്രം നിരന്തരമായി ചൊല്ലുമ്പോൾ അവിടെ ഊർജം ഉണ്ടാകും. ഈ ഊർജത്തിനെ എന്ത് വലിച്ചെടുക്കും? മുന്നിലിരിക്കുന്ന കലശക്കുടത്തിലെ ജലം വലിച്ചെടുക്കും. ഊർജം വന്നാൽ അബ്സോർബ് ചെയ്യാതെ പറ്റത്തില്ല. അപ്പൊ അതാ ശരിക്കും പറഞ്ഞാൽ ആരുടെ ഊർജം? തന്ത്രിയുടെ ഊർജമല്ലേ, തന്ത്രിയുടെ പ്രാണനല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കലശത്തെ കൊണ്ടുപോയി ആ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. ജലത്തിന് ഊർജത്തെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഉടനെ ആ കല്ല് എന്ത് ചെയ്യും? ഈ ഊർജത്തെ വലിച്ചെടുക്കും. അതോടുകൂടി അതിനകത്തൊരു എനർജി ഉണ്ടാവും. നമ്മൾ അതിന് എന്ത് പറയും? ചൈതന്യം എന്ന് പറയും. ഈ പറഞ്ഞ സയൻസ് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഐൻസ്റ്റീൻ വന്നപ്പോഴും നിഷേധിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? ഇത് നമ്മൾ കാണുന്ന സയൻസ് ആണ്. ഇത് അബ്സോർബ് ചെയ്യും, ഈ ശില അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് തന്ത്രിയാണ് ഭഗവാന്റെ അച്ഛൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ജീവൻ കൊടുത്ത പ്രാണം കൊടുത്ത ആരാണ്? അല്ലേ? ഇവിടെ തന്ത്രിയാണ് കൊടുത്തത്. പിന്നെ എന്ത് ചെയ്യണം? ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ദേവന്മാർ അനേകമുണ്ട്. അപ്പൊ ഇവിടെ പൂർണ്ണഭാവത്തിലല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിന്റെ ചൈതന്യത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചൈതന്യം കുറയും. അതുകൊണ്ട് മന്ത്രം ചൊല്ലി 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 എന്ത് ചെയ്യും? ഇതിന്റെ ചൈതന്യത്തെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ 12 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അമ്പലത്തിന് കുംഭാഭിഷേകം നടക്കും, അല്ലെ? കുംഭാഭിഷേകം തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് കുംഭാഭിഷേകം. എന്ത് ചെയ്യും? 100 കലശം, അല്ലെ? 101 കലശം, അല്ലെ? 501 കലശം ഒക്കെ ചെയ്യില്ലേ? എന്തിനാ? ഭഗവത് ചൈതന്യം. കലശം ചെയ്തതിന് മുമ്പ് എന്ത് ചെയ്യും? തിരുമേന്മാരെല്ലാം ചുറ്റും ഇരുന്ന് മന്ത്രം ജപിക്കില്ലേ? എന്നിട്ട് ഈ കലശം മുഴുവൻ അതിൽ ആറാടുമ്പോൾ ഭഗവത് ചൈതന്യം വർദ്ധിക്കും. ഈ ഭഗവത് ചൈതന്യം എന്താണ്? നമ്മുടെ നടയിൽ പോയി നിൽക്കും. നമ്മുടെ നടയിൽ പോകുമ്പോൾ എന്താണ്? ഇതിന് വെളിയിലേക്ക് വിടാനുള്ള കഴിവുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്കും വരും. മാത്രമല്ല, ഇതുപോലെ അശുദ്ധത്തിനെ കളയാൻ കഴിവുള്ളത് കൊണ്ടാണ് പുണ്യാഹം കരിക്കവെള്ളം കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? പനിനീര് കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? എന്താണ് പുണ്യാഹം എന്ന് പറഞ്ഞാൽ? ശുദ്ധമാക്കാനാണ്. പച്ചവെള്ളത്തിലല്ലേ ഉണ്ടാക്കുന്നത്? ആ പച്ചവെള്ളത്തിൽ എങ്ങനെയാണ് മേശാന്തി ചെയ്യുന്നത്? മന്ത്രം ജപിച്ച് മന്ത്രം കൂടി തന്നു. അതൊന്നുമില്ല. മേശാന്തി ആര്? നല്ല പോസിറ്റീവ് എനർജിയുള്ള അമ്പലത്തിനകത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം മന്ത്രം ചൊല്ലി തൻ്റെ ചൈതന്യത്തിന്റെ ഒരു ഭാഗം ആ ജലത്തിലേക്ക് കടത്തും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുമ്പോൾ എന്താണ്? നമ്മുടെ നെഗറ്റീവിനെ മാറ്റി പോസിറ്റിവിറ്റി ഉള്ളിൽ നേടും. അതോടുകൂടി നമ്മൾ പരിശുദ്ധമാകും. മനസ്സിലാവുമല്ലോ? ഗംഗാജലം ചീത്തയാകാത്ത എന്താണ്? മലമുകളിൽ നിന്ന് ഇറങ്ങുന്ന ധാതു ലവണങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അതിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കത്തില്ല ജലം ചീത്തയാകാനുള്ള. കാരണം അത് ജലം ചീത്തയാക്കാനുള്ള കെമിക്കൽസ് അവിടെയുണ്ട്. ഗംഗ വരുന്ന വഴി ഏതാണ്? അതുകൊണ്ടാണ് ഗംഗാജലം ചീത്തയാകാത്തത്. പക്ഷെ വരുന്ന വഴിക്കൊക്കെ ഇപ്പൊ പല മാലിന്യങ്ങളുള്ളതുകൊണ്ട് പണ്ടത്തെ അത്രയും വർഷം നിൽക്കുന്നില്ല. ഇത് നമ്മുടെ ആചാര്യന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഇവിടെ ആറാട്ടുണ്ടോ? അത്രയാണെങ്കിലും ക്ഷേത്രങ്ങളിൽ പൊതുവെ വലിയ ക്ഷേത്രങ്ങളിൽ ആറാട്ട് നടത്താറില്ലേ? ആറാട്ട് ഭഗവാൻ ആറാടാൻ പോകുന്ന എവിടെയാണ്? ഒരിക്കലും അമ്പലത്തിനകത്തെ കുളത്തിലാണല്ലോ, അല്ലെ? എപ്പോഴും അമ്പലത്തിന്റെ കോമ്പൗണ്ടിന്റെ പുറത്താണ്. എന്തുകൊണ്ടാണ്? വർഷത്തിലൊരിക്കൽ ഭഗവാൻ പുറത്തിറങ്ങി ഒന്നുകിൽ ആ നാട്ടിലോ അതിന് ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് വിട്ട് ആറാട്ടിന് പോകാറുണ്ടോ? ഒരിക്കലും പോകാറില്ല. ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു വർഷത്തെ തന്റെ ചൈതന്യം മുഴുവൻ ആ നദിയിലേക്കും കുളത്തിലേക്കും നിക്ഷേപിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ചാടും. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്ക്